ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഒരു 3 പാനൽ സൽവാർ സെറ്റിൻ്റെ ഒരു കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ്സ് എങ്ങനെയാണെന്നുള്ളത് പലർക്കും കൺഫ്യൂഷനാണ്. ഇപ്പം നമുക്ക് ഇൻസ്റ്റഗ്രാമിലും എല്ലാം ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു സൽവാർ സെറ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മുടെ മെഷർമെൻറ്റ്സ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് 3 പാനലായിട്ടാണ് വേണ്ടത്. അതിനായിട്ട് നമ്മൾ ആദ്യം ചെസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് 38 ഇഞ്ച്. അതിനുശേഷം നമ്മൾ സെൻറ്ററിൽ സെൻറ്ററിലുള്ള പാനൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 2 സൈഡും നമ്മൾ 1/2 ഇഞ്ച് വെച്ചിട്ട് ലൂസ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് ഭാഗത്ത് മാത്രം 1 ഇഞ്ച് ലൂസ്, അതുപോലെ തന്നെ ബാക്കിലും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 1 ഇഞ്ച് ലൂസ് ആവശ്യമാണ്. അപ്പോൾ 2 ഇഞ്ച് ലൂസ്. അതിനുശേഷം നമുക്ക് 2 സൈഡിലും സീം അലവൻസിനായിട്ട് നമ്മൾ 1 ഇഞ്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ 2 ഇഞ്ച്, ബാക്കിലും 2 ഇഞ്ച്, അങ്ങനെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മൾ ചെസ്റ്റ് റൗണ്ട് 38 ഇഞ്ചെന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിനുശേഷം നമ്മൾ 2 ഇഞ്ച് ലൂസും 4 ഇഞ്ച് സീം അലവൻസും കൂടി ഈ ചെസ്റ്റ് റൗണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 44 ഇഞ്ചാണ്. ഇപ്പോൾ നമ്മൾ ചെസ്റ്റ് റൗണ്ടിൻ്റെ കൂടെ 2 ഇഞ്ച് ലൂസും 4 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് 44 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിനെ 3 പാനലാണ് ഫ്രണ്ടിൽ വരുന്നത്, അതുപോലെ തന്നെ 3 പാനൽ ബാക്കിലും ഉണ്ട്. അപ്പോൾ നമുക്ക് മൊത്തം 6 പാനലാണ് വരുന്നത്. അപ്പോൾ ഈ 44നെ നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 7.33 എന്നാണ്. നമുക്ക് ഫോൾഡ് ചെയ്തിട്ടിടുമ്പോൾ നമുക്ക് മുകളിൽ വരുന്നത് 3.65 ആണ്. 0.65 ആണ് നമ്മളുടെ പാനലിൻ്റെ മുകൾ ഭാഗത്തെ വീതിയായിട്ട് നമ്മൾ എടുക്കുന്നത്. 3.65 എന്നാണ് എടുക്കുന്നത്. ഇത് ഫോൾഡ് ചെയ്തിട്ട് വരുമ്പോഴാണ് 3.65, നിവർത്തി വയ്ക്കുമ്പോൾ 7.33 എന്നായിരിക്കണം. അപ്പോൾ നമ്മൾ ഈ അടിഭാഗത്തെ ഈ മെഷർമെൻറ്റ് എങ്ങനെയാണ് എടുക്കുക എന്ന് വെച്ചാൽ, നമുക്ക് വേണമെങ്കിൽ നമുക്കിത് ഒരു ഫ്ലെയർ കൂടുതലായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ മുകൾ ഭാഗത്തിൻ്റെ 4 മടങ്ങ് എടുക്കാം, അല്ലെങ്കിൽ 3 മടങ്ങ് എടുക്കാം. ഇപ്പം ഞാൻ ഈ ഒരു ഡ്രസ്സിനായിട്ട് ഞാൻ 3 മടങ്ങാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആ 3.65 × 3 ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ 10.95 ആണ്. അപ്പോൾ നമ്മൾ താഴത്തെ വിഡ്ത്ത് വരുന്നത് 10.95 എന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് മെഷർമെൻറ്റ്സ് വരുന്നത്. അതായത് മുകളിൽ നമുക്ക് 3.65ഉം താഴെ നമുക്ക് 10.95ഉം. ഇത് നമുക്ക് ഒരു ഭാഗത്ത് മാത്രമാണ്, അതായത് ഫോൾഡ് ചെയ്തിടുമ്പോൾ വരുന്നത്. നിവർത്തിയിട്ടാകുമ്പോൾ നമുക്ക് വരുന്നത് 7.33ഉം പിന്നെ അടിഭാഗത്ത് നമുക്ക് വരുന്നത് 22 ആയിരിക്കും. 22 ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് പേപ്പറിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. പാറ്റേൺ പേപ്പറിലേക്ക് നമ്മളിത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. അത് നമ്മൾ ഷോൾഡർ ടു നമ്മുടെ വേസ്റ്റ് റൗണ്ട് വരെയുള്ള ലെങ്ത്ത് ഒന്ന് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കണം. അതായത് 14 ഇഞ്ചാണ് നമ്മുടെ വേസ്റ്റ് യോക്ക് ലെങ്ത്ത് വരുന്നത്. അവിടെ വരെ നമുക്ക് കറക്റ്റ് ഒരു ഷേപ്പാണ് വേണ്ടത്. താഴോട്ട് നമ്മൾ ഫ്ലെയർ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു സെയിം ആയിരിക്കണം മുകളിൽ കൊടുത്തിട്ടുള്ള അതേ സെയിം മെഷർമെൻറ്റാണ് നമ്മൾ വേസ്റ്റ് റൗണ്ട് വരെ കൊടുക്കുന്നത്. 3.65. താഴെ നമുക്ക് 10.95 കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മുകളിൽ നിന്ന് താഴോട്ട് ആ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്തിട്ടതുകൊണ്ടാണ് ഇങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ നിവർത്തിയിട്ടാണെങ്കിൽ മുകളിൽ 7.33ഉം താഴെ നമുക്ക് 21.9 ഇഞ്ചാണ് വരിക. അതായത് 22 ഇഞ്ചൊന്നും നമുക്ക് മാർക്ക് ചെയ്തിട്ട് 11 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല. ഒരു 0.1 ഒക്കെ വ്യത്യാസമാകുമ്പോൾ നമുക്ക് 11 ഇഞ്ചായാലും താഴെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ മാർക്ക് ചെയ്ത പോയിൻറ്റ്സിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എനിക്ക് ഈ സൈഡ് വെച്ച് കട്ട് ചെയ്യാനാണ് എളുപ്പം, അതുകൊണ്ട് ഞാൻ തിരിച്ചിട്ടിട്ട് ആ മാർക്ക് ചെയ്ത പോയിൻറ്റ്സിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് സൈഡ് പാർട്ടും കൂടിയും ഒന്ന് കട്ട് ചെയ്യണം. അതായത് നമ്മുടെ പാനൽ ഇപ്പോൾ നമുക്ക് 1 പാനലായിട്ടുണ്ട്. ഇനി 2 സൈഡിലേക്കുള്ള ഒരു പാനൽ കൂടിയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ പേപ്പർ ഒന്ന് മറിച്ചിട്ടു. അതിനുശേഷം ഒരു 1/2 ഇഞ്ച് കയറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 1/2 ഇഞ്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ജോയിൻ ചെയ്തെടുക്കുമ്പോൾ കുറഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 1/2 ഇഞ്ച് വിട്ടിട്ടാണ് നമ്മൾ ഈ ഒരു ബാലൻസ് നമ്മുടെ മെഷർമെൻറ്റ്സൊക്കെ അതിൽ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ എത്രയാണ്? 7.5 ഇഞ്ചാണ് നമ്മുടെ ഷോൾഡർ. അപ്പോൾ അത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആം ഹോൾ ഒരു 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇനി നമുക്ക് ചെസ്റ്റ് റൗണ്ട് 9.5 ഇഞ്ചാണ്, അതും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലൂടെ നമ്മൾ 1/2 ഇഞ്ച് ലൂസും 1.5 ഇഞ്ച് സീം അലവൻസും കൂടി മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നോർമലി നമ്മൾ മെഷർമെൻറ്റ്സൊക്കെ മാർക്ക് ചെയ്യുന്ന പോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ആം ഹോളും കൂടി ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്, കുഴിച്ച് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഷേപ്പ് വരച്ചു കൊടുക്കാം. നമ്മൾ 14 ഇഞ്ചാണ് നമ്മുടെ യോക്ക് ലെങ്ത്ത് വരുന്നത്. സെപ്പറേറ്റ് ചെയ്തിട്ടല്ലെങ്കിലും നമുക്ക് ഷേപ്പ് വരച്ചെടുക്കാനായിട്ട് യോക്കിൻ്റെ ലെങ്ത്ത് ആവശ്യമുണ്ട്. അവിടെ വരെ നമ്മൾ കറക്റ്റ് മെഷർമെൻ്റാണ്, താഴോട്ടാണ് നമ്മൾ ഫ്ലെയർ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ 14 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അവിടുത്തെ നമ്മുടെ റൗണ്ട് എത്രയാണെന്ന് നോക്കാം. 34.5 ആണ് നമ്മുടെ അവിടുത്തെ ഒരു മെഷർമെൻറ്റ് വരുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു വിഡ്ത്ത് വരുന്നത് 8.6 ആണ്. അതായത് വൺ സൈഡിൽ വരുന്നത് 8.6 ആണ്. അപ്പോൾ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ലൂസും സീം അലവൻസും കൂടി മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ചെസ്റ്റ് റൗണ്ടിൽ നിന്ന് നമുക്ക് അങ്ങോട്ടൊരു ഷേപ്പ് വരച്ചു കൊടുക്കാം. അതിനുശേഷം താഴോട്ട് നമുക്ക് എത്ര ഫ്ലെയർ വേണോ അത്രയും ഫ്ലെയർ വെച്ചിട്ട് വരച്ചു കൊടുക്കാം. ഇനി ഞാൻ ഈ മാർക്ക് ചെയ്ത പോയിൻറ്റ്സൊക്കെ ഒന്ന് മാർക്കർ വെച്ചിട്ട് വരച്ചിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടൊന്ന് വരയ്ക്കുന്നുണ്ട്. അതൊന്ന് വരച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ വേസ്റ്റ് റൗണ്ടിൻ്റെ ലൈനാണ് വരച്ചു കൊടുക്കുന്നത്. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അതൊന്ന് താഴെ വരെ വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. എത്ര ഫ്ലെയർ വേണമെങ്കിലും നമുക്ക് എടുക്കാം. നമുക്ക് 4 മടങ്ങ് എടുക്കണമെങ്കിൽ നമുക്ക് 3.6നെ നമ്മൾ നേരത്തെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് പോലെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ എനിക്ക് ഇത്രയും മതി, അതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തത്. ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഫാബ്രിക്കിലേക്ക് ഇത് വെച്ച് കൊടുത്തിട്ടൊന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ എല്ലാ പാനൽസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെയിം മെഷർമെൻറ്റിൽ നമ്മുടെ മെറ്റീരിയലിലേക്ക് ഒന്ന് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ ഈ ഒരു സൽവാർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ട്രിവാൻഡ്രത്ത് നിന്നുള്ള എൻ്റെ ഒരു കസ്റ്റമറായിരുന്നു, എൻ്റെ റിപ്പീറ്റ് കസ്റ്റമറാണ്. ആൾക്ക് അങ്ങനെ വലിയ മോഡലൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കിങ്ങനെ ഒരു കളർ കോമ്പിനേഷൻ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് ഡ്രസ് കോഡായിട്ടാണെന്ന് പറഞ്ഞു. ആൾക്ക് പ്രത്യേകിച്ച് ഒരു ഡിമാൻഡും ഇല്ലാത്തൊരു അടിപൊളി കസ്റ്റമറാണ് എൻ്റെ. അപ്പോൾ ഞാനാണ് ഈ ഒരു മോഡൽ സജസ്റ്റ് ചെയ്തത്. ആൾക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു വർക്ക് ആൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു വേണ്ടിയിരുന്നത്. അപ്പോൾ ആളുടെ ബഡ്ജറ്റിൽ നമ്മൾ വിചിത്ര മെറ്റീരിയൽ വെച്ചിട്ടാണ് ടോപ്പും ബോട്ടവും ചെയ്തിട്ടുള്ളത്. ഷോൾ നമ്മൾ ഷിമ്മർ ഷിഫോണാണ് നമ്മൾ ഷോളിനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ എല്ലാം കട്ട് ചെയ്തെടുക്കാം. കട്ടിങ്ങൊക്കെ പാറ്റേണിൽ നമ്മൾ കാണിച്ചുകൊണ്ടാണ് മെറ്റീരിയൽ കട്ട് ചെയ്യുന്നത് കുറച്ച് സ്പീഡായിട്ട് കാണിക്കുന്നത്. ഇത്തിരി സീം അലവൻസും കൂടി ഇട്ട് ചെയ്യുകയാണ് നല്ലത്. കാരണം ഇനിയിപ്പോൾ കുറവായിട്ട് വരണ്ടല്ലോ. അപ്പോൾ പിന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം എല്ലാ പീസസും തമ്മിലൊന്ന് ജോയിൻ ചെയ്തെടുക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്നാൽ നല്ലൊരു എലഗൻറ്റ് ലുക്കുള്ള ഒരു അടിപൊളി ഡ്രസ്സാണ്. റീസെൻ്റായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇൻസ്റ്റയിൽ ഇട്ടപ്പോൾ കുറച്ച് റീച്ചായിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് എൻക്വയറി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനിയിപ്പോൾ കൂടിയ ബഡ്ജറ്റിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ തന്നെ സെയിം പല പേജസിലും 8,000 എബോവ് ഒക്കെ വരുന്നുണ്ട്. അത് അവരുടെ മെറ്റീരിയലിൻ്റെ വ്യത്യാസവും അതുപോലെ തന്നെ ഹാൻഡ് വർക്ക് അങ്ങനെയൊക്കെ വരുമ്പം എക്സ്ട്രാ പൈസ വരുന്നതാണ്. അതുകൊണ്ടാണ് 8,000 9,000 ഒക്കെ റേഞ്ചിൽ ഈ ഒരു ഡ്രസ്സ് പോകുന്നത്. നമുക്കിപ്പോൾ സാധാരണക്കാർക്കും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ലെവലിലാണ് നമ്മൾ ഈ ഒരു ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതുപോലുള്ള കസ്റ്റമൈസേഷൻ ആവശ്യമുള്ളവർ നമ്മളെ DM ചെയ്യുക. ഇപ്പം നമ്മൾ ഇതിൻ്റെ പാനൽസൊക്കെ ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇത് ചുളുങ്ങി നിൽക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ലോക്കും കൂടി ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ പിന്നി പോരാനുള്ള ചാൻസും കൂടുതലാണ്. മെറ്റീരിയലിനനുസരിച്ചിട്ട് ചിലപ്പോൾ പിന്നി പോരലൊക്കെ കൂടുതലായിരിക്കും. ഇപ്പോൾ കോട്ടൺ ക്ലോത്തൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അങ്ങനെ പിന്നി പോരില്ല. ബാക്കിയുള്ള മെറ്റീരിയൽസൊക്കെ ആകുമ്പം പിന്നി വരും. അപ്പോൾ നമ്മളിത് ടൈമിനനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരു ഡ്രസ്സിൽ തന്നെ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ പല ഡ്രസ്സിലായിരിക്കും നമ്മളുണ്ടാവുക. കാരണം ഒരു സെയിം ഡേയിലല്ല നമ്മൾ ഈ ഒരു വർക്കൊന്നും കംപ്ലീറ്റ് ചെയ്യുന്നത്. ടൈമുള്ളതിനനുസരിച്ചിട്ട് ഓരോ വർക്കുകളും കംപ്ലീറ്റ് ചെയ്യാണ്. അതുപോലെ വീഡിയോ എടുക്കണമെങ്കിൽ നമുക്ക് വെളിച്ചം ആവശ്യമാണ്.
അപ്പോൾ ആ വെളിച്ചത്തിൻ്റെ ഒരു ഇതൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നൈറ്റിൽ എടുക്കുമ്പോഴാണ് ഈ ക്ലാരിറ്റി കുറവൊക്കെ വരുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ലൈനിങ് എയർലൈനായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത് നമ്മളിതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ എയർലൈനായിട്ട് നമ്മൾ ചെയ്യുക. സൈഡിൽ 2 സൈഡിലും ഫ്ലെയറിന് വേണ്ടിയിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുക. അതുപോലെ സ്ലീവ്സ് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ വീഡിയോ ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ എടുത്തിട്ടില്ല, കാരണം നൈറ്റിലായപ്പോൾ നമുക്ക് ലൈറ്റിൻ്റെ പ്രശ്നം കാരണമാണ് കംപ്ലീറ്റ് ആയിട്ട് എടുക്കാണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ സ്ലീവും ലൈനിങ്ങൊക്കെ വെച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ നെക്കും ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് സ്ലീവ്സൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നോർമലി ചെയ്യുന്ന പോലെ തന്നെ യോക്ക് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലൈനിങ്ങിലേക്ക് ആ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് മെയിൻ ക്ലോത്തിനെ നമ്മൾ ഒറ്റയ്ക്ക് സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ തന്നെ ലൈനിങ്ങിനെ സെപ്പറേറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇതുപോലെ ക്രോസ് പീസായിട്ട് കുറച്ച് വീതിയിൽ തന്നെ കുറച്ച് മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. താഴ്ഭാഗത്ത് നമുക്ക് ആ ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടൊന്ന് മറിച്ച് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് അയൺ ചെയ്ത് കൊടുക്കുക. അത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരിക്കലും വലിച്ച് പിടിച്ചടിക്കാൻ പാടില്ല. കാരണം ക്രോസ് പീസാണ്, നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്ത് നിൽക്കില്ല. പിൻ കുത്തി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുക. കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് അയൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു പാനൽസ് വന്നിട്ടുള്ള ഭാഗത്ത് ഈ സീക്വൻസ് ലേസ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗം വെച്ചിട്ടാണ് ഞാൻ ഒട്ടിച്ചു കൊടുത്തത്. അതിനുശേഷം ചെറുതായിട്ടൊരു സ്റ്റിച്ചും കൂടിയും കൊടുത്തു. പിന്നെ നമ്മൾ സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു ചെറിയ വർക്ക് പോലെ കൊടുക്കാനായിട്ട് നമ്മൾ ഫാബ്രിക്കിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുത്തതാണ്. അതിൽ കുറച്ച് കട്ട് ബീഡ്സ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കൈ വെച്ച് തുന്നി കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുത്തതാണ്. അപ്പോൾ അതും കൂടിയും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഷോളിലും നമ്മളിതുപോലെ സീക്വൻസ് ലേസ് വെച്ചിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഫാബ്രിക്കിൽ നിന്ന് തന്നെ കുറച്ച് ഫ്ലവേഴ്സ് കട്ട് ചെയ്തിട്ട് അതും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ എൻഡിലും നമ്മളിതുപോലെ സീക്വൻസ് ലേസ് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ചെറിയ ഫ്ലവേഴ്സ് ഇടയിലായിട്ട് വെച്ച് കൊടുത്തിട്ട് ഒന്ന് തുന്നി കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ്, ഇതിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്. കംപ്ലീറ്റ് ആയിട്ട് കാണിക്കാൻ ടൈമില്ലാത്തതുകൊണ്ടും ലൈറ്റിൻ്റെ പ്രശ്നം കൊണ്ടുമാണ് പിന്നെ വീഡിയോസ് അത്രയും തിരക്കിലായിട്ട് നമ്മൾ ഇടുന്നത്. ഇപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ കാണാൻ കുറേ ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്. അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യാം. പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.